ഗുഡ് മോർണിംഗ് ജീസസിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വിഷയം അല്പം വിമർശന സ്വഭാവമുള്ളതാണെങ്കിലും കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഇത് വ്യക്തികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ ഒന്നും എതിരായ ചിന്താഗതിയല്ല, മറിച്ച് സത്യത്തിന്റെ ഒരു പരിശോധന മാത്രമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ക്രൈസ്തവ സഭയുടെ ആരംഭകാലം മുതൽ തന്നെ സഭയ്ക്കുള്ളിൽ പലവിധമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഉപദേശ വ്യത്യാസങ്ങളും ഒക്കെ കടന്നു വന്നു. ഉദാഹരണമായിട്ട് ആത്മസഭ രൂപം കൊണ്ട് അധികകാലം കഴിയും മുമ്പ് യേശുക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിലുള്ള രക്ഷ പൂർത്തിയാകണമെങ്കിൽ പരിച്ഛേദന ചെയ്യണമെന്നും യഹൂദ ന്യായപ്രമാണങ്ങളിലെ ചട്ടങ്ങളും പ്രമാണങ്ങളുമൊക്കെ അനുസരിക്കണമെന്നും ഒരു വിഭാഗം പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ അപ്പോസ്തലനായ പൗലോസിനെ പോലെയുള്ളവർ അതിനെ ശക്തിയുക്തം എതിർക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്തു. അക്കൂട്ടത്തിൽ തന്നെ പൗലോസ് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വരുന്നതല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിലും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉപദേശ വ്യത്യാസങ്ങളും ഒക്കെ പ്രചരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇതിനെപ്പറ്റി നമുക്ക് അല്പമൊന്ന് ചിന്തിക്കാം. ആദ്യം അബദ്ധങ്ങളിൽ നിന്നുള്ള പ്രബോധനം തന്നെ എടുക്കാം. പലപ്പോഴും പലരും അബദ്ധ പ്രബോധനങ്ങൾ നടത്തുന്നത് അത് അബദ്ധമാണ് എന്ന് തിരിച്ചറിയാതെയാണ്. മിക്കവാറും ശുദ്ധാത്മാക്കളാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തെങ്കിലും പുതിയ ആശയങ്ങളോ പുതിയ വ്യാഖ്യാനങ്ങളോ ഒക്കെ കിട്ടിയാൽ അതിനെ ദൈവസന്നിധിയിൽ വെച്ച് സമയം ചിലവഴിച്ച് പുതിയ നിയമ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലും ക്രൈസ്തവ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലും വിശകലനം ചെയ്യാതെ വേഗത്തിൽ തന്നെ അത് പ്രചരിപ്പിക്കുന്ന പലരും ഉണ്ട്. ഇത് വലിയ അപകടകരമായ ഒരു കാര്യമാണ്. കാരണം ഇത് അബദ്ധമാണെന്ന് മനസ്സിലാക്കി തിരുത്താൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിന്റെ ദൂരവ്യാപകമായ ദോഷഫലങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ അബദ്ധമാണെന്ന് മനസ്സിലാക്കിയാൽ പോലും തിരുത്താൻ കഴിയാത്ത അത്തറവണ്ണം ഇത് പ്രചരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ദൈവവചനം പഠിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും തങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ അബദ്ധമാകുന്നില്ല എന്ന് ദൈവസന്നിധിയിൽ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. കേൾക്കുന്നവരും ഇത് പരിശോധിച്ച് മനസ്സിലാക്കണം. ഇനി മറ്റു ചില ആളുകളുണ്ട്, അവർ ബോധപൂർവം അബദ്ധങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണ്. പ്രശസ്തിയോ സാമ്പത്തിക നേട്ടമോ അല്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാക്കി കുറെ ആളുകളെ സ്വന്തം പക്ഷത്താക്കുന്നതോ ഒക്കെ ആയിരിക്കാം അവരുടെ ലക്ഷ്യം. ഇങ്ങനെയുള്ളവരെ തിരുത്തുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. കാരണം അവർ ബോധപൂർവം തന്നെയാണ് അബദ്ധം പ്രചരിപ്പിക്കുന്നത് എന്നതാണ് കാരണം. അങ്ങനെയുള്ള ആളുകൾ സ്വയം ദൈവ ശിക്ഷാവിധി വരുത്തിയിരിക്കുകയും തങ്ങളോട് ഒപ്പം കൂടുന്നവർക്ക് ശിക്ഷാവിധി വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതുകൊണ്ട് എപ്പോഴും അബദ്ധ പ്രബോധനങ്ങളെ പറ്റി ഒരു മുൻകരുതൽ കേൾക്കുന്നവർക്കും ആവശ്യമാണ്. രണ്ടാമത് അപ്പോസ്തലൻ പറയുന്നത് അശുദ്ധിയിൽ നിന്നുള്ള പ്രബോധനത്തെ പറ്റിയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ദ്രവ്യാഗ്രഹത്തിന്റെ വേരുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ദൈവവചനം എന്ന രൂപേണ പ്രബോധനത്തിൽ കൂടെ പുറത്തു വരുവാൻ സാധ്യത ഉണ്ട്. പണത്തെ പറ്റി അധികം സംസാരിക്കുക, പണം സമാഹരിക്കാനുള്ള മാർഗങ്ങളെ പറ്റി എപ്പോഴും ഉത്കണ്ഠ പ്രകടിപ്പിക്കുക എന്നതൊക്കെ കൂടാതെ വ്യക്തിവിദ്വേഷങ്ങൾ, കോപം, ഇതൊക്കെ ദൈവവചനം എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്നവരും യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അശുദ്ധിയിൽ നിന്നുള്ള പ്രബോധനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമുക്ക് വളരെ ജാഗ്രതയുണ്ടാകണം. ചിലപ്പോഴൊക്കെ നമ്മുടെ ധാർമ്മിക രോക്ഷങ്ങൾ പോലും അശുദ്ധിയിൽ നിന്ന് ഉണ്ടാകുന്നതായിരിക്കാം. കാരണം വ്യക്തിവിദ്വേഷം അടിസ്ഥാനമാക്കി ഉണ്ടാകുന്ന ധാർമ്മിക രോക്ഷങ്ങളൊക്കെ അശുദ്ധിയിൽ അടിസ്ഥാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഓരോ പ്രബോധനവും നടത്തുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ആത്മാവിന്റെ ഫലത്തിൽ നിന്നുളവാകുന്നതാണോ
അതോ ജഡത്തിന്റെ ചിന്തയിൽ നിന്നുളവാകുന്നതാണോ എന്ന് പരീക്ഷിക്കേണ്ടത്, പരിശോധിക്കേണ്ടത് ഓരോ വചന പ്രസംഗകരുടെയും ആവശ്യമാണ്. കേൾക്കുന്നവരും അശുദ്ധിയിൽ നിന്നുള്ള ഉപദേശങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയാം. മൂന്നാമത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വ്യാജത്തിൽ നിന്ന് വരുന്ന പ്രബോധനങ്ങളാണ്. സത്യവാനും നിത്യനും സർവശക്തനുമായ ദൈവത്തെ താങ്ങി നിർത്തുവാനും പ്രചരിപ്പിക്കുവാനും നമ്മളുടെ യാതൊരു വ്യാജത്തിന്റെയും ആവശ്യമില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അനുഭവ സാക്ഷ്യങ്ങൾ എന്ന രൂപേണയും ശുശ്രൂഷ അനുഭവങ്ങൾ എന്ന രൂപേണയും വ്യാജങ്ങൾ പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിശയോക്തികൾ പ്രചരിപ്പിക്കുന്നത് ഒരിക്കലും ദൈവത്തിന് വേണ്ടി അല്ല എന്ന തിരിച്ചറിവ് അത് പ്രചരിപ്പിക്കുന്നവർക്കും കേൾവിക്കാർക്കും ഉണ്ടാകും. ഇങ്ങനെ അബദ്ധത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും വ്യാജത്തിൽ നിന്നുമുള്ള പ്രബോധനങ്ങളെ ഒഴിവാക്കുവാൻ എല്ലാ ദൈവവചന പ്രസംഗകരും ശ്രദ്ധിക്കണം, കേൾവിക്കാരും ശ്രദ്ധിക്കണം. ഇനി കേൾവിക്കാർക്ക് 2-3 മുന്നറിയിപ്പുകൾ നൽകി അവസാനിപ്പിക്കാം. ഒന്നാമതായിട്ട്, ക്രിസ്തുവിൽ ഒരു വ്യക്തിയെ ഉറപ്പിച്ച് നിത്യതയിൽ എത്തിക്കുക എന്നുള്ളതാണ് സുവിശേഷ ദൗത്യം. അല്ലാതെ ഈ ലോകത്തിലെ ഭൗമിക കാര്യങ്ങളെപ്പറ്റി കൂടുതൽ പ്രചരിപ്പിക്കുകയും അത്തരം കാര്യങ്ങളിൽ മനുഷ്യനെ കുലുക്കിയിടുകയും ചെയ്ത് നിത്യതയെ പറ്റിയുള്ള ബോധം പോലും കൊടുക്കാതിരിക്കുന്ന പ്രബോധകരെ നമ്മൾ ഒഴിവാക്കണം. കാരണം നമ്മളെ സ്ഥിരമായി കേൾക്കുന്നതാകും നമ്മളെ കൂടുതൽ സ്വാധീനിക്കുന്നത്. സ്ഥിരമായി ഈ ലോകത്തിലെ സമ്പത്തിനെ പറ്റിയും ഈ ലോകത്തിലെ മറ്റു കാര്യങ്ങളെ പറ്റിയും ഒക്കെ കേട്ട് നിത്യത പലപ്പോഴും മറന്നു പോകുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രബോധനങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുവാൻ ഓരോ കേൾവിക്കാരും ശ്രമിക്കണം. രണ്ടാമതായിട്ട്, വിശുദ്ധിക്ക് ഊന്നൽ നൽകാത്ത പ്രബോധനങ്ങൾ നമ്മൾ ഒഴിവാക്കണം. വിശുദ്ധി എന്ന് പറയുന്നത് ഏതെങ്കിലും ബാഹ്യമായ കാട്ടിക്കൂട്ടലുകളോ ബാഹ്യമായ വേഷവിധാനങ്ങളോ ഒന്നുമല്ല. യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്നതാണ് വിശുദ്ധി എന്നതുകൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാം ബലഹീനരായ മനുഷ്യരാണ്. പലപ്പോഴും വീഴ്ചകളും പരാജയങ്ങളും ഒക്കെ നമുക്കൊക്കെ ഉണ്ടാകാം. പക്ഷേ അപ്പോഴൊക്കെയും യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാനും യേശുവിന്റെ ഉപദേശങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കാനുമുള്ള മനസ്സൊരുക്കവും പരിശ്രമവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നെങ്കിൽ നാം വിശുദ്ധിയുടെ വഴിയിലാണെന്ന് പറയാം. ഈ തരത്തിലുള്ള വിശുദ്ധിക്ക് ഊന്നൽ കൊടുക്കാത്ത പ്രബോധനങ്ങളും നമ്മൾ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് മനസ്സുണ്ട്, വൈകാരിക തലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവാരാധനയിലും പ്രാർത്ഥനകളിലുമൊക്കെ വൈകാരികത പ്രകടിപ്പിക്കുന്നത് ഒരു തെറ്റൊന്നുമല്ല. പക്ഷേ വൈകാരിക പ്രകടനങ്ങൾ മാത്രമായി നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങളോ ആരാധനകളോ മാറുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്രൈസ്തവ മൂല്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വിശ്വാസ ജീവിതം നയിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കാതെ വെറും ഉപരിപ്ലവമായ പ്രകടനങ്ങളിലും വൈകാരിക സ്ഫോടനങ്ങളിലും മാത്രമാണ് നമ്മുടെ ആത്മീയ ജീവിതം നയിക്കുവാൻ പ്രബോധനങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. അതുപോലെ തന്നെ പ്രബോധകരുടെ സാമ്പത്തിക വീക്ഷണം, ജീവിതത്തിലെ സൂക്ഷ്മതയും സുതാര്യതയും ഇതൊക്കെയും നമ്മൾ വിശകലനം ചെയ്യേണ്ട കാര്യമാണ്. ഇവയിലൊക്കെ ഒരു ശരിയായ വിശകലനം നമ്മൾ നടത്തുന്നില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സത്യസുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു കൂട്ടം ദൈവവചന പ്രസംഗകരും അതുപോലെ തന്നെ ദൈവവചന കേൾവിക്കാരും ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.